പക്ഷെ റഷ്യയുടെ ആണവ ഊർജത്തിന്റെ നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം കണ്ട് ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അങ്കലാപ്പിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്ക എന്ത് കൈമാറിയാലും അതിൽ അമേരിക്കയുടെ ഒരു സൈൻ ഉണ്ടാകും. അത് അമേരിക്ക നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാക്കിയതാണ്, അത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണ് എന്നുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇപ്പൊ ഇന്ത്യക്ക് ഒരു ആയുധം കൈമാറിയാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആയുധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ സഹായിച്ചാൽ പോലും അതിന്റെ ഫുൾ കാര്യങ്ങൾ ഇന്ത്യക്ക് കൊടുക്കും. ഇന്ത്യ അത് ചെയ്യട്ടെ എന്നുള്ള നിലപാടിലേക്ക് റഷ്യ മാറും. ക്രെഡിറ്റ് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് മാറും. ഇത് റഷ്യയുടെ ഒരു രീതിയാണ്. ഇപ്പൊ പുടിൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതി അമേരിക്കയ്ക്ക് പോലും ഒരു ഭീഷണി അല്ലെങ്കിൽ താക്കീത് പോലെയാണ്. കാരണം ആരും ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് ആണവ ഊർജത്തിന്റെ കാര്യത്തിൽ പുടിൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് അതിന് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ആണവോർജം വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ പരീക്ഷണം നടത്തി വിജയിച്ച ഒരു രാഷ്ട്രമാണ് റഷ്യ. അക്കാര്യത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് സാധാരണ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ആണവോർജം പൊതുവെ ലോകം എതിർക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ തന്നെ കൂടംകുളത്ത് ആണവ ഊർജ നിലയം കൊണ്ടുവന്നപ്പോൾ അതിശക്തമായിട്ട് എതിർത്തതായിരുന്നു അന്നത്തെ കേരളത്തിലെ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ മാത്രമല്ല, കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും അതിശക്തമായിട്ട് എതിർത്ത് വരികയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ആണവ നിലയം സ്ഥാപിക്കാനായി പോയി നമ്മൾ എതിർക്കും. കാരണം അതിന് ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് റഷ്യ തന്നെയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട്. ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആണവ നിലയം തകർന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാനികരമാണ്, അവരുടെ ജീവിതത്തിന് വളരെ അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്, ലോകം മനസ്സിലാക്കി. അതിനുശേഷം ലോകത്തിന് ഈ ആണവോർജം എന്ന് പറയുന്ന സംഭവത്തോട് വിപ്രതിപത്തി ഉണ്ടായി. നമുക്ക് വേണ്ട അത് എന്ന തോന്നലാണ് പിന്നീട് ലോകം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് ലോകത്ത് ആണവ റിയാക്ടറുകൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ളത് വളർന്നില്ല, വികസിച്ചില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 1-2% ഇപ്പോഴും ലോകം ആണവ ഊർജത്തെ ആശ്രയിച്ച് വൈദ്യുതി ഊർജ നിർമ്മാണം നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരിടക്ക് വലിയ രീതിയിൽ വളർന്നു വന്നാണെങ്കിലും ഈ ചെർണോബിൽ ദുരന്തം എന്ന് പറയുന്നത് അതിനെ തകർത്തു. അങ്ങനെ തകർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വളർച്ച നിന്നു. എന്നാൽ വൈദ്യുതിയുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ട് നമ്മളപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണ്ടെത്താനായിട്ട് ശ്രമം ആരംഭിച്ചു. അങ്ങനെയാണ് വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ കാറ്റാടി യന്ത്രങ്ങൾ, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വഴികൾ നമ്മൾ അന്വേഷിച്ചു. എന്നുവെച്ചാൽ ലോകത്ത് നിന്ന് അമേരിക്ക തന്നെ ഒരുപാട് ഇടങ്ങളിൽ വൈദ്യുതി പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ്. അതായത് വൈദ്യുതി ഉൽപ്പാദന പാടങ്ങൾ തമിഴ്നാട്ടിലേക്ക് അത് നമുക്ക് കുറേ നടപ്പിലാക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സോളാർ വൈദ്യുതി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൂര്യകിരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വൈദ്യുതിയാക്കി മാറ്റി തീർക്കുന്നതായിട്ടുള്ള പ്രക്രിയ. ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ പെരപ്പുറ സംവിധാനത്തിലൂടെയാണ്. എന്നുവെച്ചാൽ റൂഫ് ടോപ്പ് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായിട്ട് വളരെയധികം വികസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതൊന്നും അപകടമില്ലാത്തതായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. എന്നാൽ ഈ ആണവ നിലയങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള വൈദ്യുതി എന്ന് പറയുന്നത് വലിയ തരത്തിൽ അപകടമുണ്ടാക്കും എന്ന് ചെർണോബിൽ ഉദാഹരണം. അതിന് പരിഹാരം തേടിയുള്ള പരീക്ഷണത്തിലായിരുന്നു കുറേ കാലമായിട്ട് റഷ്യ. അതിപ്പോൾ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ആണവ ഉൽപ്പാദനം കഴിഞ്ഞതിന് ശേഷം വരുന്ന മാലിന്യങ്ങളുണ്ട്, റേഡിയോ ആക്റ്റീവ് പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള മാലിന്യം. ഈ മാലിന്യം സംഭരിക്കൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. അതിനെ തന്നെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്യുന്നു, 1. 2, ഈ ആണവ ഉൽപ്പാദന പ്ലാന്റുകൾക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ യുറേനിയത്തിൻ്റെ അഭാവമാണ്. യുറേനിയം എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള യുറേനിയത്തിൻ്റെ അളവ്
2900 വരെ ഉള്ളത് ഉണ്ട് എന്ന് പൊതുധാരണയാണ്. പക്ഷെ പുടിൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ 2060 ആകുമ്പോഴേക്കും അത് തീർന്നു പോകും. ലോകത്തുള്ള മുഴുവൻ യുറേനിയം തീർന്നു പോകും. വൈദ്യുതി ഉൽപ്പാദനം നടത്താനായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ടുള്ള യുറേനിയം എന്ന് പറയുന്നത് 2060 തീരും. നമ്മളിപ്പോൾ 2025 സംസാരിച്ചുകൊണ്ടേ. ഇപ്പോൾ പുടിൻ പറയുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ലോകം ഭയപ്പെടേണ്ടതില്ല. കാരണം യുറേനിയം ആവശ്യമില്ലാത്ത തരത്തിൽ, പുതിയ യുറേനിയം ആവശ്യമില്ലാത്ത തരത്തിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ പ്രവർത്തിക്കാനായിട്ടുള്ള ആവശ്യമായ സംവിധാനമാണ് ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഞങ്ങളത് ലോകത്തിന് നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ സഹകരണം ഉണ്ടാകും. ഞങ്ങൾ തരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ പങ്കാളിയാകുമ്പോൾ നിങ്ങളെ ഞങ്ങളുടെ കോളനിയായിട്ട് കണക്കാക്കില്ല. കോളനിയായിട്ട് കണക്കാക്കില്ല എന്ന് പറഞ്ഞതിനിടയിൽ ഈ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് ആ സാങ്കേതികവിദ്യയുടെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് സ്വാശ്രയ തലത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ച് നിങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഞാൻ പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ ഏതാണ്ട് 95% ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന യുറേനിയത്തെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നാണ് പുടിൻ പറയുന്നത്. അതെങ്ങനെയാണ് എന്നൊന്നും അദ്ദേഹം വിശദമാക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും റഷ്യ കാര്യത്തിൽ വിജയിച്ചു എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ വന്നാൽ വരാൻ പോകുന്നൊരു കാലം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണെന്ന് നമുക്കറിയാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീനറികൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനം അതിനകത്ത് തന്നെ നിർവഹിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ വിജയിക്കുന്നത് എന്ന് കൂടി പുടിൻ പറയുന്നുണ്ട്. ലോകത്തിന് വലിയ ഒരു സന്തോഷ വാർത്തയായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്കാക്കാം. പക്ഷേ എല്ലാ പോസിറ്റിവിറ്റിക്കും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു ഇപ്പോൾ ഇറാനിൽ 90% ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ അമേരിക്ക ഒരു ആക്രമണം നടത്തിയത്. നദാൻസിലൊക്കെ അത്തരം ഒരു ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ഇത് പറഞ്ഞാണ് ഇന്ത്യയെ ഭയപ്പെടുത്തിയത്. പക്ഷെ ഇന്ത്യയിലും ആണവോർജം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 128ഓളം ഉണ്ട് എന്ന് പറയുന്നു. അതിൽ എത്ര നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്താമെന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ടോ? അല്ല, ഇവിടെ നമ്മളീ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഈ ആണവ ഊർജത്തെ ആറ്റം ബോംബ് പോലെയുള്ള മാരകമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആറ്റം ബോംബ് നിർമ്മാണമാണ് നേരത്തെ സൂചിപ്പിച്ച ഇറാനിലെ വിഷയം, പാകിസ്ഥാനിലെ വിഷയം, ഇന്ത്യയിലെ വിഷയമൊക്കെ അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രമേ ആറ്റം ബോംബ് ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കി ആർക്കും ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ പൊളിച്ചല്ലോ. ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ആണവ ശേഷിയുള്ള രാഷ്ട്രങ്ങൾ അവർ ആറ്റം ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. യുറാനിയം സമ്പുഷ്ടീകരിച്ച യുറാനിയം എന്ന് പറയുന്നത് ഏതാണ്ട് 90% ആയിക്കഴിഞ്ഞിരിക്കുന്ന ഇറാനിയം എന്ന് വെച്ചാൽ അവർക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതാണിപ്പോൾ ലോക സംഘർഷത്തിന് ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ വായിക്കുകയും ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല, ആണവ ഊർജത്തിൻ്റെ പ്രശ്നമല്ല. ആ ആണവ ഊർജത്തെ എങ്ങനെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നത് മാത്രമാണ്. മറ്റേത് ആറ്റം ബോംബ് നിർമ്മാണം. ആറ്റം ബോംബ് നിർമ്മാണം എപ്പോഴും തുടരും. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഈ പുതിയ സംവിധാനം വന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി എങ്ങനെയാണ് ആണവ ഊർജത്തെ ഉപയോഗിക്കേണ്ടത്, അതിനുള്ളൊരു ബദൽ മാർഗമാണ് പുടിൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതൊരിക്കൽ പോലും ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യ അവകാശപ്പെടുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാകൂ എന്നുള്ളതാണ്. ആണവ റിയാക്ടറുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നുവെച്ചാൽ ഈ അറ്റോമിക് റിയാക്ടറുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ എന്തിനാണ് കൂടംകുളത്ത് അത് വേണ്ട എന്ന് വാദിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കരുതെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഈ ആണവ നിലയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ധന്യ സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിൽ വൈദ്യുതി ഉൽപ്പാദനവും നെഗറ്റീവ് ആസ്പെക്റ്റിൽ അതിൽ നിന്ന് വലിയ തരത്തിൽ ന്യൂക്ലിയർ പവർ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി പുറത്തേക്ക് വികിരണം ചെയ്യുന്നതായിട്ടുള്ള വിസർജ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ മാലിന്യം. ആ മാലിന്യം എന്ന് പറയുന്നത് തലമുറകളായിട്ട് ആളുകളെ വേട്ടയാടുന്ന ഒരു സംഭവമായിട്ട് മാറിത്തീരും. നമുക്ക് നാഗസാക്കിയിലും ഹിറോഷിമയിലും ആറ്റം ബോംബ് പൊട്ടിയ സമയത്ത്
അന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട റേഡിയോ വികിരണങ്ങൾ എന്ന് പറയുന്നത് പരിസര പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി 1 2 തലമുറ മനുഷ്യരെ നശിപ്പിച്ച സാധനം. ആ പ്രശ്നമാണ് ഒരു ആണവ റിയാക്ടർ സ്ഥാപിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം. ഈ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പുടിൻ അദ്ദേഹത്തിൻ്റെ ക്ലോസ്ഡ് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്ന വൈദ്യുതി ഉൽപ്പാദന സംവിധാനം, ആണവ വൈദ്യുതി ഉൽപ്പാദന സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനം. അതൊരു ഓഫറാണ് ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്. അത് വലിയൊരു സാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്, പുതിയ കാലം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയാണ്. അത് വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മെഷീനറികളും സ്വയം പ്രവർത്തിക്കാനായിട്ട്, സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ശേഷിയുള്ള സംവിധാനങ്ങളാക്കി മാറ്റാനായിട്ട് ആ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും എന്നാണ് ഈ വാഗ്ദാനത്തിനകത്തുള്ളത്. അത് നല്ലതാണ് എങ്കിൽ ലോകത്തിന് മുഴുവനും ആഹ്ലാദിക്കാവുന്ന ഒരു വഴിയുണ്ട്.